ജസ്റ്റിസ് ഫാത്തിമ ബീവി നീതിയുടെ ധീരസഞ്ചാരം. എഴുതിയത് KT അഷ്റഫ്. ജീവചരിത്ര ഗ്രന്ഥമായ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ നീതിയുടെ ധീരസഞ്ചാരം രചിച്ചത് KT അഷ്റഫ്. നമുക്ക് ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് പഠിക്കാം. ജീവിത വെല്ലുവിളികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്ന് നീതിപീഠത്തിൻ്റെയും ഭരണാധികാരത്തിൻ്റെയും ഔന്നത്യങ്ങളിലേക്ക് സധീരം നടന്നു കയറിയ ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം നേടിയ ഫാത്തിമ ബീവിയുടെ ജീവിതം പറയുകയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി നീതിയുടെ ധീരസഞ്ചാരം എന്ന പുസ്തകം. ഇത് എഴുതിയതാരാണ്? KT അഷ്റഫ്. നമുക്ക് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ കുറച്ചധികം പോയിന്റ്സ് നോക്കാം. പ്രസ്താവന ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 1 മാർക്ക് നേടാം. ജസ്റ്റിസ് ഫാത്തിമ ബീവി എവിടെയാണ് ജനിച്ചത്? 1927 ഏപ്രിൽ 30 തിരുവിതാംകൂർ രാജ്യത്തിലെ പത്തനംതിട്ടയിൽ അന്ന വീട്ടിൽ മീർ സാഹിബിൻ്റെയും ഖദീജ ബീവിയുടെ മകളായി റൗത്തർ കുടുംബത്തിലാണ് ആര് ജനിച്ചത്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. എവിടെയാണ് ജനിച്ചത്? തിരുവിതാംകൂർ രാജ്യത്തിലെ പത്തനംതിട്ടയിൽ. ഒരു ചോദ്യം ചോദിച്ചാൽ ജസ്റ്റിസ് ഫാത്തിമ ബീവി ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പത്തനംതിട്ട. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ മുന്നോട്ടുള്ള ജീവിതം നോക്കാം. ഇന്ത്യയിലെ ആദ്യ വനിതാ മുൻസിഫ്, ഇന്ത്യയിലെ ആദ്യ വനിതാ മുൻസിഫ്, ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി, സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസ്, ആദ്യ വനിതാ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ജുഡീഷ്യൽ മെമ്പർ, കേരള പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ, പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം, സംസ്ഥാന ഗവർണറാകുന്ന ആദ്യ മുസ്ലിം വനിത, അതായത് തമിഴ്നാട്ടിലെ ഗവർണറാകുന്ന ആദ്യ മുസ്ലിം വനിത. ഇത്രയും അംഗീകാരങ്ങളുടെ അവകാശിയായിരുന്നു അന്തരിച്ച ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഇവിടെ നമ്മൾ എപ്പോഴും പഠിച്ച പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസ്, കേരള പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ, പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം. ഈ പോയിന്റ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന പോയിന്റ്സ് ആണ്, നമുക്ക് നോക്കി വയ്ക്കാം. ഇന്ത്യയിലെ ആദ്യ വനിതാ മുൻസിഫ്, ഇന്ത്യയിലെ ആദ്യ വനിതാ മുൻസിഫ് ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി, സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസ്, ആദ്യ വനിതാ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ജുഡീഷ്യൽ മെമ്പർ, കേരള പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ, പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം, സംസ്ഥാന ഗവർണറാകുന്ന ആദ്യ മുസ്ലിം വനിത. ഇത്രയും പോയിന്റ്സ് നമുക്ക് വായിച്ചു വയ്ക്കാം. ഇതിലൊക്കെ ജോയിൻ ചെയ്ത വർഷവും കൂടെ ഒന്ന് നോക്കാം. കൊല്ലം മുൻസിഫ് കോടതിയിലാണ് അഭിഭാഷകയായി ഫാത്തിമ പ്രാക്ടീസ് തുടങ്ങിയത്. 1958 PSC പരീക്ഷയിലൂടെ തൃശ്ശൂർ മുൻസിഫായി നിയമനം ലഭിച്ചു. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ആദ്യ നിയമനം എന്താണ്? തൃശ്ശൂർ മുൻസിഫായിട്ടാണ് നിയമനം ലഭിച്ചത്. 1974 രാജ്യത്തെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയായി. എന്നാണ് രാജ്യത്തെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയായത്? 1974. 1980 ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ മെമ്പറായി. 1980 ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ മെമ്പറായി. 1968 സബോർഡിനേറ്റ് ജഡ്ജി എന്നിങ്ങനെ ഉയരങ്ങൾ കീഴടക്കി. 1984 ഹൈക്കോടതി സ്ഥിരം ജഡ്ജിയുമായി. 1989 ഒക്ടോബർ 6 സുപ്രീം കോടതിയിൽ ജഡ്ജിയാവുന്നത്. എന്നാണ് സുപ്രീം കോടതിയിൽ ജഡ്ജിയാവുന്നത്? 1989 ഒക്ടോബർ 6. 3 വർഷം ആ പദവിയിലിരുന്ന ശേഷം വിരമിച്ചു. 1997 തമിഴ്നാട് ഗവർണറായി നിയമിതയായത്. എന്നാണ് തമിഴ്നാട് ഗവർണറായി നിയമിതയായത്? 1997. അതിനുശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 കേരള സർക്കാർ കേരള പ്രഭ പുരസ്കാരം നൽകി ഫാത്തിമ ബീവിയെ ആദരിച്ചിരുന്നു. വായിച്ചു വയ്ക്കാം. പ്രസ്താവന ചോദ്യങ്ങളിൽ ഇപ്പോൾ വർഷമൊക്കെ കണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. നമുക്ക് വായിച്ചു വയ്ക്കാം. നമ്മൾ പഠിക്കുന്ന പോയിന്റ്സ്, സാധാരണ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റ്സും കുറച്ച് പോയിന്റ്സും ഞാൻ എഴുതി വെച്ച പോയിന്റ്സ് ആയിട്ടുണ്ട്. പോയിന്റ്സ് രീതിയിൽ നമുക്ക് പഠിക്കാം. ജസ്റ്റിസ് ഫാത്തിമ ബീവി
അവരെന്നാണ് അന്തരിച്ചത്? 2023 നവംബർ 23 അന്തരിച്ചു. ഇപ്പോഴത്തെ പരീക്ഷകൾ കാണുന്ന ക്വസ്റ്റ്യനാണ്. അന്തരിച്ച ഡേറ്റ് എന്നാണ് അന്തരിച്ചത്? 2023 നവംബർ 23 പഠിച്ചു വയ്ക്കുക. ജസ്റ്റിസ് ഫാത്തിമ ബീവി ഓപ്ഷനിൽ വരുമ്പം 23 കാണുമ്പോൾ നമുക്ക് എഴുതാം. അപ്പം എന്നാണ് അന്തരിച്ചത്? 2023 നവംബർ 23. പോയിന്റ്സ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി, ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യ മലയാളി വനിത, തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ഗവർണർ. അപ്പോൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യ മലയാളി വനിതയാണ്? തമിഴ്നാട്ടിലെ. അപ്പോൾ തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ഗവർണർ ഏത് വർഷം? 1997 മുതൽ 2001 വരെ. തമിഴ്നാട്ടിൻ്റെ 11ാമത്തെ വനിതാ ഗവർണറാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ഗവർണർ. പക്ഷേ എത്രാമത്തെ ഗവർണറാണ്? 11ാമത്തെ ഗവർണറാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി വർഷം 1983. പിന്നെന്താ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. 2023 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ 2024 മരണാനന്തരം പത്മഭൂഷൺ ലഭിച്ചു. 2024 മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചു. ഇവർ ജനിച്ചത് എന്താ? പത്തനംതിട്ട, തിരുവിതാംകൂർ. അന്നത്തെ തിരുവിതാംകൂറിൽ പത്തനംതിട്ടയിലാണ് ആര് ജനിച്ചത്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജീവചരിത്ര ഗ്രന്ഥമായ നീതിയുടെ ധീരസഞ്ചാരം, അതായത് ജസ്റ്റിസ് ഫാത്തിമ ബീവി നീതിയുടെ ധീരസഞ്ചാരം രചിച്ചത് ആരാണ്? KT അഷ്റഫ്. ഓക്കെ, താങ്ക് യു.